നോമ്പറന്ന് ഭക്ഷണം കഴിച്ച് നേരെ വർക്കിനിറങ്ങിയതാട്ടാ. 2 ദിവസമായി ഞങ്ങൾ ഈ റോട്ടിൽ വർക്ക് ആരംഭിച്ചിട്ട്. ഇന്നിപ്പോൾ ഈ റോട്ടിലെടുക്കുന്നത് 4ാമത്തെ ട്രെഞ്ചാണ്. 4ാമത്തെ ട്രെഞ്ച് എടുക്കാനും ഇങ്ങനെ വർക്ക് നീണ്ടുപോകാനൊരു കാരണം ഉണ്ട് കേട്ടോ. ഇവിടെ ലീക്ക് കണ്ടുപിടിച്ചതിൻ്റെ ഏകദേശം ഒരു 30 മീറ്ററും അപ്പുറത്ത് ഒരു ഡ്രെയിനേജിനുള്ളിലാട്ടെ വെള്ളം വന്ന് ചാടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2ഉം 3ഉം ട്രെഞ്ച് എടുക്കേണ്ട ആവശ്യം വന്ന്. ഈ ട്രെഞ്ചെല്ലാം കൂടി കണ്ടപ്പോൾ നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട് പറഞ്ഞ് ഇനി ഇവിടെ ട്രെഞ്ച് എടുക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണ് ഇന്നലത്തെ പണി ഇന്നൊക്കെ നീണ്ടു വന്നത് കേട്ടോ. നാട്ടുകാരെ അങ്ങോട്ട് ചൂടായപ്പോൾ ഞങ്ങൾ പണിയെടുത്തി പോകുന്നതെന്ന് കേട്ടോ. പിന്നെ വാർഡ് മെമ്പർ നാട്ടിലേക്ക് ചർച്ച നടത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെ വർക്ക് ആരംഭിച്ച്. ഇവിടെ 90 mm പൈപ്പാട്ടോ ലീക്കായിട്ടുള്ളത്. 4 ട്രെഞ്ച് എടുത്തിൽ 2 ട്രെഞ്ചിലെ നമ്മൾ പൈപ്പ് കട്ട് ചെയ്തുള്ളൂ. 4ാമത്തെ ട്രെഞ്ചിലാണ് നമ്മൾ ലീക്ക് കണ്ടത്. അവിടെ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രെയിനേജിനുള്ളിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് എൻഡ് ടോപ്പ് ഇട്ടുന്നത് വെള്ളം ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻഡ് ടോപ്പ് ഇട്ടേ. എന്നിട്ട് നമ്മൾ ഡ്രെയിനേജിൻ്റെ ഈ ടോപ്പ് ഇട്ടതിൻ്റെ അപ്പുറത്ത് വന്നിട്ടാണ് വെള്ളം ചാടിയത്. ഇവിടെ ലീക്കുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 30 മീറ്ററോളം അകലം വെള്ളം പോയി ചാടാനുള്ള കാരണം ഒന്നാമത് ഇവിടെ ചെറിയ റോഡാണ്, കോൺക്രീറ്റ് മുട്ടിച്ചിട്ടിരിക്കണേ. രണ്ടാമത് ഇതിൻ്റെ സൈഡിൽ ഒരു കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മതിലുണ്ട്. ഒരുപാട് ഗ്യാപ്പുകളുള്ള മതിലാട്ട, കരിങ്കല്ലിൻ്റെ മതിൽ. ആ മതിലിൻ്റെ ഗ്യാപ്പുകളിലൂടെ പോയിട്ടാണ് വെള്ളം അപ്പുറത്ത് ചാടാനുള്ള കാരണം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ബായിനെ അടുത്ത സൈഡിലാക്കി വന്നപ്പോൾ വണ്ടിയിലെ ചാർജ് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ പോയതാട്ടാ. ഈ വണ്ടി കുത്തിച്ച് പോയതെന്ന് ഏകദേശം 85% ചാർജ് ആയിട്ടുണ്ട്. വീട്ടിൽ പോയി ബൈക്കൊക്കെ എടുത്ത് വന്നപ്പോൾ ബായി ഏകദേശം ട്രെഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാ. ബായിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്പെഷ്യൽ കൂന്തൽ ബിരിയാണി ഉണ്ടാ. ബായി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ട്രെഞ്ചിൽ ഇറങ്ങിയാണ്ട് മണ്ണ് വന്നിരുന്നില്ല. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂടാട്ട. ലീക്ക് കാണാതായപ്പോൾ നമ്മൾ ചെറുതായിട്ട് വാൾവ് വന്ന് തുറന്നാട്ട് ആ വെള്ളമാണ് ഇപ്പോൾ ബായി മുക്കി വയ്ക്കുന്നുണ്ട്. ലീക്ക് കൺഫേം ആയപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. നമ്മൾ നേരെ പൈപ്പ് കട്ട് ചെയ്ത്. ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് കുറേ സമയം ഇവിടെ വെള്ളം ഉണ്ടാവും. സമയം ഇപ്പോൾ ഏകദേശം 4 മണിയായി. നേരെ വീട്ടിലേക്ക് അത്തായം കഴിക്കാൻ പോയി. അത്തായം കഴിക്കാൻ പോയ സമയത്ത് നമ്മൾ സോക്കറ്റ് അടിക്കാനുള്ള പൈപ്പ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. അത്തായം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് സൈഡിലെത്തിയപ്പോൾ ഇവിടെ ഏകദേശം മള്ളൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും നോക്കിയില്ല. ഇവിടെ 90 mm പൈപ്പാണ് ലീക്കായിട്ടുള്ളത്. അത് നമ്മൾ നേരെ സോക്കറ്റ് അടിച്ച് പണി കഴിഞ്ഞപ്പോൾ ഏകദേശം രാവിലെ അയക്കാൻ കേട്ടോ. ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ.